ബ്രിഡ്ജ് എക്സസൈസ് ചെയ്ത് നമുക്ക് ഇന്നത്തെ വർക്കൗട്ടുകൾ ആരംഭിക്കാം. പ്രധാനമായും ഗ്ലൂട്സ്, ഹാംസ്ട്രിങ്സ് എന്നീ മസിലുകളെ സ്ട്രെങ്തൻ ചെയ്യുന്ന ഈ എക്സസൈസ് ലോവർ ബാക്ക് പെയിൻ കുറയ്ക്കുവാനും സഹായിക്കുന്നു. നിങ്ങളുടെ ബാക്ക് കൂടുതൽ ആർച്ച് ചെയ്യാതെ ശ്രദ്ധിക്കണം. ഏകദേശം ഒരു 10 സെക്കൻഡ് ഹോൾഡ് ചെയ്യുകയും നിങ്ങളുടെ ഗ്ലൂട്സ് സ്ക്വീസ് ചെയ്ത് ഹോൾഡ് ചെയ്യുവാനും ശ്രമിക്കുക. അടുത്തതായി സിംഗിൾ ലെഗ് ഗ്ലൂട്ട് ബ്രിഡ്ജ്. 5 മുതൽ 10 സെക്കൻഡ് വരെ ഹോൾഡ് ചെയ്യാവുന്നതാണ്. കോർ മസിലുകളെ സ്ട്രെങ്തൻ ചെയ്യുന്നതോടൊപ്പം ബാലൻസ് ഇംപ്രൂവ് ചെയ്യുവാനും മസിൽ ഇംബാലൻസ് കുറയ്ക്കുവാനും സഹായിക്കുന്നു. അതോടൊപ്പം ഹിപ്പ് എക്സ്റ്റൻസേഴ്സിനെ സ്ട്രെങ്തൻ ചെയ്യുകയും ബാക്ക് പെയിൻ കുറയ്ക്കുകയും ഹിപ്പ് മൊബിലിറ്റി ഇംപ്രൂവ് ചെയ്യുകയും ചെയ്യുന്നു. അടുത്തതായി സൈഡ് ലൈയിങ് ലെഗ് റൈസസ്. പ്രധാനമായും ഹിപ്പ് അബ്ഡക്റ്റേഴ്സിനെയും ഗ്ലൂട്സിനെയും സ്ട്രെങ്തൻ ചെയ്യുന്നു. കൂടാതെ ഹിപ്പ് മൊബിലിറ്റി ഇംപ്രൂവ് ചെയ്യുക, ബാലൻസ്, സ്റ്റെബിലിറ്റി, പോസ്ചർ ഇംപ്രൂവ് ചെയ്യുക എന്നീ ഗുണങ്ങൾ ഈ എക്സസൈസ് വഴി നമുക്ക് ലഭിക്കും. ഈ വർക്കൗട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഒബ്ലിക്സ് മസിലിന് കൂടുതൽ എഫക്റ്റ് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ റൈറ്റ് സൈഡിൽ കിടക്കുമ്പോൾ ലെഫ്റ്റ് ഹിപ്പ് കുറച്ച് മുന്നോട്ടും അതോടൊപ്പം നിങ്ങൾ ലെഫ്റ്റ് സൈഡിൽ കിടക്കുമ്പോൾ റൈറ്റ് ഹിപ്പ് മുന്നോട്ടും നിർത്തിക്കൊണ്ട് നിങ്ങൾ ഈ എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഒബ്ലിക്സ് കൂടുതൽ വർക്ക് ചെയ്യുന്നതാണ്. കാലുയർത്തുമ്പോൾ എക്സെയിൽ, അതോടൊപ്പം താഴ്ത്തുമ്പോൾ ഇൻഹെയിൽ. ഏകദേശം 10 മുതൽ 15 റെപ്സിന്റെ 3 സെറ്റുകളായി ചെയ്യാം. അടുത്തതായി ഡോങ്കി കിക്സ്. ഏറ്റവും എളുപ്പം ചെയ്യാവുന്ന ഈ എക്സസൈസ്
പ്രധാനമായും ഗ്ലൂട്സ് മസിലിനെ, അതായത് ബട്ടക്സ് മസിലിനെ ഫോക്കസ് ചെയ്യുന്നു. അതോടൊപ്പം ഹാംസ്ട്രിങ്സ്, കോർ, ഷോൾഡേഴ്സ് എന്നിവ ഒരേ സമയം വർക്ക് ചെയ്യുകയും ചെയ്യുന്നു. ഹിപ്പ് സ്റ്റെബിലിറ്റി, കറക്ഷൻ ഓഫ് മസിൽ ഇംബാലൻസ്, പോസ്ചർ ഇംപ്രൂവ് ചെയ്യുക എന്നീ ഗുണങ്ങൾ ഈ വർക്കൗട്ട് വഴി നമുക്ക് ലഭിക്കും. ഈ വർക്കൗട്ട് ചെയ്യുമ്പോൾ കാല് താഴ്ത്തുമ്പോൾ ഇൻഹേൽ, അതോടൊപ്പം കാല് ഉയർത്തുമ്പോൾ എക്സേൽ ചെയ്തുകൊണ്ട് 3-4 സെറ്റുകളായി ചെയ്യാം. ഒരു സെറ്റിൽ ഏകദേശം 15 മുതൽ 20 റെപ്സ് വരെ ചെയ്യാവുന്നതാണ്. ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിക്കുന്നു, ഈ വർക്കൗട്ട് ചെയ്യുമ്പോൾ പ്രധാനമായും നിങ്ങളുടെ ഗ്ലൂട്സ്, അതായത് ബട്ടക്സ് മസിലിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് വർക്കൗട്ട് ചെയ്യുവാൻ പരിശ്രമിക്കുക. കാല് താഴ്ത്തുമ്പോൾ ഇൻഹേൽ, കാൽ ഉയർത്തുമ്പോൾ എക്സേൽ ചെയ്തുകൊണ്ട് വർക്കൗട്ട് റിപ്പീറ്റ് ചെയ്യുക. അടുത്തതായി റഷ്യൻ ട്വിസ്റ്റ്. എൻറ്റയർ കോർ സ്ട്രെങ്തൻ ചെയ്യുന്ന ഈ എക്സസൈസ് പ്രധാനമായും ഒബ്ലിക്സ് മസിലിനെയും അബ്ഡോമിനൽ മസിലിനെയും സ്ട്രെങ്തൻ ചെയ്യുന്നു. അബ്ഡോമിനൽ മസിലിനെ സ്ട്രെങ്തൻ ചെയ്യുന്ന ഈ എക്സസൈസ് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ഒബ്ലിക്സ് മസിലുകളെ സ്ട്രെങ്തൻ ചെയ്യുകയും ചെയ്യുന്നു. അതോടൊപ്പം ബാലൻസ്, സ്റ്റെബിലിറ്റി എന്നിവ ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കുന്ന ഏറ്റവും ബെസ്റ്റ് എക്സസൈസ് ആണിത്. അതോടൊപ്പം സ്പൈനൽ മൊബിലിറ്റി, പോസ്ചർ എന്നിവ ഇംപ്രൂവ് ചെയ്യുകയും ചെയ്യുന്നു. ഈ വർക്കൗട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാലുയർത്തി വെച്ചുകൊണ്ട് വർക്കൗട്ട് ചെയ്യുവാൻ സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് കാലുകൾ തറയിൽ വെച്ചുകൊണ്ടും ഈ വർക്കൗട്ട് ചെയ്യാവുന്നതാണ്. അടുത്തതായി കാറ്റ് കൗ എക്സസൈസ്. സ്പൈനൽ ഫ്ലെക്സിബിലിറ്റി ഇംപ്രൂവ് ചെയ്യുവാനും കോർ മസിലുകളെ സ്ട്രെങ്തൻ ചെയ്യുവാനും ബാക്ക് പെയിൻ കുറയ്ക്കുവാനും സഹായിക്കുന്ന ഏറ്റവും സിമ്പിളായ വർക്കൗട്ടാണിത്. ഏകദേശം 5 മുതൽ 10 റെപ്സ് ചെയ്തുകൊണ്ട് 3 സെറ്റുകളായി ചെയ്യാം. അടുത്തതായി സിംഗിൾ ലെഗ് നീ ഹഗ്സ്. ഹിപ്പ് മൊബിലിറ്റി ഇൻക്രീസ് ചെയ്തുകൊണ്ട് ഗ്ലൂട്സ് ആൻഡ് ഹാംസ്ട്രിങ്സ് മസിലുകളെ സ്ട്രെച്ച് ചെയ്യുവാനും ലോവർ ബാക്ക് പെയിൻ കുറയ്ക്കുവാനും സഹായിക്കുന്നു.
ഏകദേശം 30 സെക്കൻഡിൻ്റെ 3 സെറ്റുകളായി ചെയ്യാം. അടുത്തതായി ഡബിൾ ലെഗ് നീ ഹഗ്. ലോവർ ബാക്കിനെയും ഗ്ലൂട്ട്സിനെയും കൂടുതൽ സ്ട്രെച്ച് ചെയ്തുകൊണ്ട് ബാക്ക് പെയിൻ കുറയ്ക്കാൻ സഹായിക്കുന്ന ഈ എക്സസൈസ് ഏകദേശം ഒരു 10 സെക്കൻഡ് നേരം ഹോൾഡ് ചെയ്തുകൊണ്ട് 5 റെപ്സിൻ്റെ 3 സെറ്റുകളായി ചെയ്യാം. ലംബാർ സ്പൈൻ ടെൻഷൻ കുറയ്ക്കാനും ഈ വർക്കൗട്ട് സഹായിക്കുന്നു. അടുത്തതായി സൂപ്പർമാൻ എക്സസൈസ്. ബാക്ക് മസിലിനെ സ്ട്രെങ്തൻ ചെയ്യുന്നതോടൊപ്പം പോസ്ചർ ഇംപ്രൂവ് ചെയ്യുവാനും കോർ സ്റ്റെബിലിറ്റി ഇംപ്രൂവ് ചെയ്യുവാനും ലോവർ ബാക്ക് പെയിൻ കുറയ്ക്കുവാനും ഈ എക്സസൈസ് സഹായിക്കും. ഏകദേശം 5 മുതൽ 10 റെപ്സിൻ്റെ 3 സെറ്റുകളായി ചെയ്യാം. അടുത്തതായി ഡെഡ് ബഗ്. അബ്ഡോമിനൽ മസിലുകളെ സ്ട്രെങ്തൻ ചെയ്യുന്നതോടൊപ്പം പെൽവിക് ആൻഡ് സ്പൈനൽ സ്റ്റെബിലിറ്റി ഇംപ്രൂവ് ചെയ്യുവാനും കോർഡിനേഷൻ മെച്ചപ്പെടുത്തുവാനും സഹായിക്കുന്നു. ഏകദേശം 5 മുതൽ 10 റെപ്സിൻ്റെ 3 സെറ്റുകളായി ചെയ്യാം. അടുത്തതായി കോർ സ്ട്രെങ്ത് അതോടൊപ്പം എൻഡ്യൂറൻസ് ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കുന്ന പ്ലാങ്ക് വർക്കൗട്ട് ചെയ്യാം. ബാലൻസ് ആൻഡ് സ്റ്റെബിലിറ്റി ഇംപ്രൂവ് ചെയ്യുന്നതോടൊപ്പം ലോവർ ബാക്ക് പെയിൻ കുറയ്ക്കുവാനും ഈ വർക്കൗട്ട് സഹായിക്കും. നിങ്ങൾക്ക് സാധിക്കുന്നിടത്തോളം സമയം ഹോൾഡ് ചെയ്തുകൊണ്ട് 3 സെറ്റുകളായി ചെയ്യുക. അടുത്തതായി ചൈൽഡ് പോസ്. ഹിപ്പ് അതോടൊപ്പം തൈസ് മസിലിനെ സ്ട്രെച്ച് ചെയ്തുകൊണ്ട് ബാക്ക് ആൻഡ് നെക്ക് പെയിൻ കുറയ്ക്കുവാനും സഹായിക്കുന്ന എക്സസൈസാണിത്. ഏകദേശം 20 സെക്കൻഡ് നേരം ഹോൾഡ് ചെയ്ത് 3 സെറ്റുകളായി ചെയ്യാം.
ഓക്കെ ഫ്രണ്ട്സ്, കൂടുതൽ വർക്കൗട്ടുകളുമായി വീണ്ടും നമുക്ക് നാളെ കാണാം.